ശ്രീ രാഹുൽ ഗാന്ധി കൊല്ലം ജില്ലയിൽ വരുന്നുണ്ട്, കുന്നത്തൂർ വരുന്നുണ്ട്. ബാക്കി 22-ന്. ബാക്കി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഫൈനൽ പ്രോഗ്രാം കിട്ടിയിട്ടില്ല. പിന്നെ സംസ്ഥാന നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള സംസ്ഥാന നേതാക്കന്മാരെല്ലാവരും കൊല്ലത്തെത്തുന്നുണ്ട്. ഞങ്ങളങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നിടത്തും അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ സംഘടനാ സെക്രട്ടറി മത്സരിക്കുന്നിടത്തും വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സായിട്ടുള്ള കൊടിക്കുന്നിലും ശശി തരൂരും ഒക്കെ ഉള്ളപ്പോൾ അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. മാത്രവുമല്ല, പൊതുവെ ഒരു കാഴ്ചപ്പാടിൽ അമിത വിശ്വാസമല്ല, കൊല്ലത്തെന്താണേലും അനായാസം ഒരു വിജയം ഞങ്ങൾക്ക് ഉണ്ടാകുമല്ലോ, അന്നേരം പിന്നെ അതിനേക്കാൾ നല്ലത് ബാക്കിയുള്ളിടത്ത് പോകുന്നതാണ് എന്നൊരു തോന്നലും കൂടി ആയിരിക്കാം. അല്ല, എനിക്കതിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിലപാടാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറയുന്ന രീതി കേരളത്തിലില്ല. പക്ഷേ CPM-ന്റെ ഇരട്ടത്താപ്പ്, SDPI ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ എന്തോ ഒരു മഹാ അപരാധമായി പറഞ്ഞവര്, അങ്ങനെയെങ്കിൽ അതേ ഗണത്തിൽപ്പെടുന്ന PDP പറയുമ്പോൾ അതും വേണ്ടെന്ന് പറയണ്ടേ? അതായത് CPM-നെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി അവർ പ്രത്യക്ഷത്തിൽ തന്നെ എത്രയോ കാലം LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചവരാണ്. അതുപോലുള്ള അതൊരു മുസ്ലിം മതസംഘടന ആണ്. അതുപോലെ PDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം SDPI രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ CPM എങ്ങനെയാണ് SDPI-യും PDP-യും വേർതിരിച്ച് കാണുന്നത്? പ്രകാശ് കാരാട്ട് ഇന്നലെ പറഞ്ഞു SDPI പോലല്ല PDP. എന്താണ് വ്യത്യാസം എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? PDP പുരോഗമനപരം ആണെങ്കിൽ SDPI-യും പുരോഗമനപരം ആയിരിക്കണമല്ലോ. രണ്ടും ഒരേ ആശയഗതിയിൽ നിൽക്കുന്നതാണ്. അതിലെങ്ങനെയാണ് വ്യത്യാസം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഇന്ന് പത്രസമ്മേളനമല്ലായിരുന്നു, അവർ ബൈറ്റ് ചോദിക്കാൻ വന്നു. അതാ ഞാൻ വന്നപ്പോൾ ചോദിച്ചായിരുന്നു, എത്താഞ്ഞോണ്ട് പിന്നെ ഞാൻ ഇടതുപക്ഷത്തുനിന്ന് മാത്രമേ വരുന്നുള്ളല്ലോ. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പം മുതൽ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് അവർക്ക് കരുത്തില്ല ഈ മണ്ഡലത്തിൽ. കാരണം MA ബേബിയെയും KN ബാലഗോപാലിനെയും രാഷ്ട്രീയ പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയ പ്രേമേന്ദ്രനെ ഇനിയും പരാജയപ്പെടുത്തണമെങ്കിൽ അരാഷ്ട്രീയമായിട്ടുള്ള ഒരു മുഖം നൽകണം. അതിനുവേണ്ടി മാത്രമാണ് മുകേഷിനെ കൊണ്ടുവന്നിരിക്കുന്നത്. മുകേഷിനെ കൊണ്ടുവരുമ്പോഴും പറയുന്നത്, അവർ തന്നെ പറയുന്നത്, പുള്ളി പ്രതിദാനം ചെയ്യുന്ന കൊല്ലം മണ്ഡലത്തിൽ പുള്ളി വളരെ അൺപോപ്പുലർ ആണെങ്കിലും ബാക്കി എല്ലായിടത്തും സിനിമാ നടൻ എന്ന പരിവേഷം കിട്ടും, അതുകൊണ്ട് വോട്ട് കിട്ടുമെന്നാണ് ഒരു ഭാഗം. അതിൻ്റെ തുടർച്ചയെന്നുള്ള നിലയിൽ തുടക്കം മുതലേ സംഘീവൽക്കരണത്തിൻ്റെ ശ്രമം നടന്നു. അത് വിഫലമാകുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കിന് ഇപ്പോൾ വളരെ വ്യക്തിപരമായ അധിക്ഷേപം ഒരു ഭാഗത്ത് നടക്കുന്നു. പിന്നെ നമുക്കൊന്നും പറയാൻ അറപ്പുണ്ടാക്കുന്ന നിലയിലേക്കുള്ള സാമുദായിക ധ്രുവീകരണത്തിന് പോലുമുള്ള ശ്രമം CPM നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് പരിശോധിക്കേണ്ടതാണ്. ഞാനേ എൻ്റെ സ്വഭാവത്തിൽ ഈ തെറി പറയുന്നത് നമ്മൾ എന്തിനാണ് ഇത് അങ്ങോട്ട് പോയി വായിക്കുന്നത്? അല്ല, എൻ്റെ ഞാൻ ദേശാഭിമാനി വായിക്കത്തില്ല. കാരണം വായിച്ചാൽ നമ്മളെ തെറി പറയാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൻ്റെ താഴെ കമൻറ്റുകൾ വരും. വായിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനമുണ്ട്, വായിച്ചാൽ വന്ന് തെറി. ഇവരെ നന്നാക്കാൻ ഒക്കുമോ? അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അപ്രസക്തമാണ്. ഞങ്ങളുടെ സ്ട്രെങ്ത് ഈ പ്രേമേന്ദ്രൻ എന്ന MP നടത്തിയ വികസന പ്രവർത്തനമാണ്. അതിനെ നേരിടാൻ ശേഷിയില്ലാത്തവരാണ് ഇത്തരം ആക്ഷേപങ്ങളുമായിട്ട് വരുന്നത്. അതുകൊണ്ട് ആ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഗൗരവമേ അർഹിക്കുന്നില്ല.
അല്ല, ഞാൻ പറഞ്ഞതേ ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. CPM പോലെ ജാതി മത ചിന്തകൾക്ക് അതീതമായി നിൽക്കേണ്ട ഒരു സമൂഹത്തിനെ വാർത്തെടുക്കേണ്ട ഒരു ആശയഗതിയിൽ പിന്തുടരുന്നവര് ജാതീയമായി ആക്ഷേപിക്കുന്നു എന്ന് കഥയുണ്ടാക്കുമ്പോൾ തന്നെ ഇപ്പൊ CPM എവിടെ ചെന്നെന്നുള്ളത് മനസ്സിലാവുമല്ലോ, എവിടെ ചെന്ന് നിൽക്കുന്നെന്നുള്ളത്.